എടാ +1 ചാനൽ വേറെയാണ് കേട്ടോ. നിങ്ങൾ വളരെ പെട്ടെന്ന് MS സൊല്യൂഷൻസിന്റെ +1 ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ A+ കൊടുക്കാനും മറക്കല്ലേ. ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, 2024 2023 റിസൾട്ടുകളെ കമ്പയർ ചെയ്തുകൊണ്ട് 2025 എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ SSLC 2024 നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സക്സസ് റേറ്റ്, അവരുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് 99.69%. എന്നാൽ അതേ സമയത്ത് 2023 അത് 99.70%. അതായത് 2023 2023 7 ഉണ്ടെങ്കിൽ നമ്മുടെ 2024 അത് 6 മാത്രമായി ചുരുങ്ങി. ദാറ്റ് മീൻസ് വിജയ ശതമാനം കഴിഞ്ഞ വർഷം ഒരല്പം കുറഞ്ഞുപോയി. എന്നാൽ നമ്മുടെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? എന്താണ്? ഫുൾ A+കളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിത്ത് A+ ഇൻ ഓൾ സബ്ജക്റ്റ്, എല്ലാ വിഷയങ്ങളിലും A+ നേടിയ സ്റ്റുഡൻസ് 2024 71,831 കുട്ടികൾക്കാണ്. ഓക്കെ, 71,831 കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഫുൾ A+ ഉണ്ട് റിസൾട്ട് വരുന്ന സമയത്ത് കേട്ടോ. അതിനുശേഷം റിവാലുവേഷനെ കൊടുത്ത് ചിലപ്പോൾ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ടായേക്കും. 2023 അത് 68,604 ആയിരുന്നു. സോ ഏകദേശം കഴിഞ്ഞ വർഷം വിജയ ശതമാനം കുറവായിരുന്നെങ്കിലും, അതായത് വിജയ ശതമാനം കുറവാണെങ്കിലും A+കളുടെ എണ്ണം കഴിഞ്ഞ വർഷം അതിനു മുമ്പെയുള്ള വർഷത്തേക്കാളും കൂടുതലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം എന്തായിരിക്കും അവസ്ഥ? അതാണ് എല്ലാവരും കാതോർത്ത് നിൽക്കുന്നത്. ഈ വരുന്ന 2025 നിങ്ങളുടെ സക്സസ് റേറ്റ്, വിജയ ശതമാനം 99.69%-നേക്കാൾ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? അൺഒഫീഷ്യലി ഇന്നലെ സ്കൂൾ വാർത്ത പുറത്തുവിട്ട വാർത്ത പ്രകാരം അത് കൂടുമെന്നാണ് സൂചന അവർ അറിയിച്ചിരിക്കുന്നത്. സോ വിജയ ശതമാനം ഈ വർഷം കൂടാനാണ് സാധ്യത. എന്നാൽ A+കളുടെ എണ്ണം കഴിഞ്ഞ വർഷം 71,831 പേർക്കുണ്ട്. അതിനു മുന്നേയുള്ള വർഷം 68,604 പേർക്കുണ്ട്. ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ പരീക്ഷകൾ എടുത്തു നോക്കുന്ന സമയത്ത് ചില സബ്ജക്റ്റുകളിൽ വേണ്ട വിധത്തിൽ പെർഫോമൻസ് ചെയ്യാൻ ആ എക്സാം ഹാളിൽ വെച്ച് കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിൽ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ കൊടുത്ത സമയത്ത് മെജോറിറ്റി കുട്ടികളോടും ഞാൻ ഇൻഡിവിജ്വലി സംസാരിച്ചപ്പോൾ അവരെല്ലാവരും എന്നിൽ നിന്നടക്കം മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാം ഹാളിലെ ചില പിഴവുകളാണ്. അവർക്ക് പല വിഷയങ്ങളും ടഫല്ല. അവർ പഠിച്ച ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിലും A+ലേക്ക് എത്താനുള്ള മാർക്ക് സ്കോർ ചെയ്യാനും സമയത്തിനെ ഗണ്യമായി ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് സമയത്തെ ഉപയോഗിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത് ഇൻഡിവിജ്വലി എടുക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഞാൻ ആ ക്ലാസ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഒരു 60ഓളം കുട്ടികളായിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അതിലൊരു 40ഓളം കുട്ടികളും എന്നോട് പറഞ്ഞിരിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടാണ് അവരുടെ എക്സാമിനെ കുറിച്ച്. എക്സാമിൽ ഫുൾ A+ കിട്ടൂല എന്നല്ല പറഞ്ഞത്, കിട്ടുമെന്നുമല്ല പറഞ്ഞത്. അവരുടെ ഓരോ വിഷയങ്ങളും ഞാൻ അവരിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവർക്ക് A+ലേക്ക് എത്താനുള്ള ഒരു മാർക്കിൽ സംശയമുണ്ട്. അത് പേപ്പർ നോക്കുന്ന ടീച്ചറിൻ്റെ സ്വഭാവ സവിശേഷതകളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞത്, പേപ്പർ മാർക്ക് ഇടുന്ന ടീച്ചറിൻ്റെ സ്വഭാവം നോക്കി നിങ്ങളിരിക്കണ്ട, നിങ്ങൾക്ക് അർഹതപ്പെട്ട റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഈ വർഷം സക്സസ് റേറ്റ്, വിജയ ശതമാനം കൂടുതലാണെങ്കിൽ അത് 99.69%-നേക്കാൾ കൂടുതലായിരിക്കും. അതായത് മെജോറിറ്റി ആൾക്കാരും ജയിക്കാനായിരിക്കും സാധ്യത. എന്നാൽ A+കളുടെ എണ്ണം കുറയുവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാൻ ചോദിച്ച കുട്ടികളിൽ നിന്നെല്ലാം ഇതാണ് ഫീഡ്ബാക്ക്. കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചതും അതിന് മുന്നത്തെ വർഷത്തൊക്കെ ചോദിച്ച ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഈ വർഷം 71,831 കുട്ടികൾക്കൊന്നും ഫുൾ A+ കിട്ടാനുള്ളൊരു സാധ്യത അവരിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി 2023 ഉണ്ടായിരുന്ന 68,604 കുട്ടികൾക്ക് 2023 ഫുൾ A+ ഉണ്ടായിരുന്നു. അതിനേക്കാൾ കുറയാനുള്ള ഒരു സാധ്യതയുമുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കണം. ഇനി വെറും 7 ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മൾ കാത്തിരിക്കാനുള്ളൂ. ഞാൻ നിങ്ങളെ ടെൻഷൻ ആക്കല്ല. ഫുൾ A+ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഒരു 9, 8 ഒക്കെ കിട്ടിയാലും തൃപ്തിപ്പെടണം എന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ. അല്ലാതെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ മാക്സിമം ഉപയോഗിച്ച് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് 9 A+ കിട്ടിയാലും 8 A+ കിട്ടിയാലും ഇവൻ ഇനി നിങ്ങൾക്ക് 4, 5 A+ ആണെങ്കിൽ പോലും അതിൽ തൃപ്തിപ്പെടണം എന്ന് മാത്രമേ MS ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റൊരു നെഗറ്റീവ് ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ +1-ൽ എത്ര A+കൾ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. പക്ഷെ വിചാരിച്ച സ്കൂൾ ആയിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് A+ൻ്റെ എണ്ണം കുറവാണെങ്കിൽ വിചാരിക്കാത്തൊരു സ്കൂളിലെങ്കിലും സയൻസ് കിട്ടും. A+ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ വിചാരിച്ച സ്കൂളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സയൻസിന് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ സഹായിക്കുന്ന MS സൊല്യൂഷൻസിൻ്റെ സ്വന്തം ഷുവർ A+ ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് 1450 രൂപ മാത്രമാണ്. 1650 രൂപയുടെ MRP വരുന്ന പുസ്തകമാണ്. ഇപ്പോൾ അത് 1450 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ട്യൂഷനിലൊക്കെ പോയി തുടങ്ങിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ ബുക്കിൻ്റെ ഉപയോഗം. സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും NCERT ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾ കൊണ്ടുപോകാറില്ല. പലരും ഗൈഡുകളാണ് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് വളരെ ലൂസായി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ സബ്ജക്റ്റുകളെ ഇത് കമ്പ്യൂട്ടർ സയൻസ് എന്നീ 5 സയൻസ് സബ്ജക്റ്റുകളെ ഒരൊറ്റ പുസ്തകത്തിലേക്ക് ഒതുക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. 80 75 12 50 31 കേട്ടോ. 8075125031 ഇതെൻ്റെ നമ്പറാണ്. നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് ബുക്ക് ഓർഡർ എടുക്കുക കേട്ടോ. ഓക്കെ, സോ ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ഫുൾ A+ എന്ന് പറയുന്ന ലിസ്റ്റ് പുറത്ത് വിടുമ്പോൾ അതിലൊരു ഫോട്ടോ നിങ്ങളുടേതാവട്ടെ എന്ന് മാത്രമേ MS സൊല്യൂഷൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.